മുംബൈയിൽ പ്രണയം നടിച്ച് മുംബൈയിൽ IT ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. നഗ്നചിത്രം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപയും തട്ടിയെടുത്തു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, സംഭവവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനോടകം പിടിയിലായിട്ടുണ്ടോ? പോലീസ് പറയുന്നത് എന്താണ്? കർണാടക സ്വദേശിനിയാണ് ഇത്തരമൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. അവർ പൂനെയിൽ IT കമ്പനിയിൽ ഒരു മെച്ചപ്പെട്ട ജോലി ചെയ്തു വരികയായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുഖ്യപ്രതിയായ തമീം ഹർഷല്ല ഖാനുമായി ഇവർ പരിചയത്തിലാവുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ പരിചയം. പിന്നീട് ഈ തമീമുമൊത്ത് മുംബൈയിലേക്ക് അവർ വരികയും മുംബൈയിലെ ഒരു ഹോട്ടലിൽ ഇരുവരും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് തനിക്ക് മയക്കുമരുന്ന് നൽകി തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല തൻ്റെ നഗ്നചിത്രങ്ങൾ പലതും ഇയാൾ കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് പൂനെയിലേക്ക് ഇയാൾ തന്നെ വാഹനത്തിൽ കൊണ്ടുചെന്നാക്കി. അവിടെ വെച്ചും ഇതേ സംഭവങ്ങൾ ആവർത്തിച്ചു എന്ന് യുവതി പറയുന്നു. മാത്രമല്ല 3 സുഹൃത്തുക്കൾക്ക്, ഈ മുഖ്യപ്രതിയുടെ 3 സുഹൃത്തുക്കൾക്കും ഈ യുവതിയെ കാഴ്ചവെച്ചു. ഇവർ 3 പേരും ചേർന്ന് പിന്നീട് കൂട്ടബലാത്സംഗം ചെയ്തു എന്നുകൂടി ഗുരുതരമായ കാര്യങ്ങളാണ് ഈ പരാതിയിലുള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പ്രതികളൊക്കെ തന്നെ ഒളിവിലുമാണ്. പെട്ടെന്ന് തന്നെ പിടികൂടും എന്നതാണ് പോലീസ് പറയുന്നത്. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.